കഷ്ടതയുണ്ടോ? ഉണ്ടെന്നേ. ദുഃഖമുണ്ടോ? ദുഃഖമുണ്ട്. പക്ഷെ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. നാം കഷ്ടത വരുമ്പോഴും ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒരുപോലെ ദൈവാലയത്തിലുണ്ടായിരിക്കണം. ദൈവത്തെ സ്തുതിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നിൽക്കേണ്ട അവസ്ഥ വന്നാലും, സിംഹത്തിൻ്റെ മുന്നിൽ തകരപ്പെടുമെന്ന അവസ്ഥ വന്നാലും അതിൻ്റെ നടുവിൽ നിന്നും യഹോവ അവരെ രക്ഷിച്ചിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, നമ്മുടെ ജീവിതത്തിൽ ചെറിയ വേദനയൊക്കെ വന്നപ്പോൾ എവിടേക്കോ നമ്മുടെ ജീവിതത്തിൽ പിന്മാറ്റം വന്നു പോയല്ലേ? ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദാവീദിന് നമ്മളോട് പറയാനുള്ളത്, കഷ്ടതയൊക്കെ ഉണ്ടെന്നേ ജീവിതത്തിൽ, ദുഃഖമൊക്കെ ഉണ്ട്. അത് കണ്ട് ദൈവസന്നിധി വിട്ട് മാറരുത്, ദൈവാലയം വിട്ട് മാറരുത്, പ്രാർത്ഥനയുമായിട്ട് ബന്ധമുള്ളവരിൽ നിന്നും വിട്ടുമാറരുത്. വിട്ടുമാറാതെ അവിടെ തന്നെ തുടർന്നാൽ ഒരു നാൾ കഷ്ടതകളെല്ലാം മാറി ദുഃഖങ്ങളെല്ലാം മാറ്റി ആനന്ദത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കത്തക്ക നിലവാരത്തിൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ അവസ്ഥകളെ മാറ്റിത്തരും. അതെ, വേദന വരുമ്പോഴും കഷ്ടത വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ദൈവാലയത്തിൽ പൂർണ്ണ മനസ്സോടുകൂടെ ഇരിക്കാൻ, ദൈവവചനത്തെ പൂർണ്ണ മനസ്സോടുകൂടെ സ്നേഹിക്കാൻ, ദൈവവചനം ചുമക്കുന്നവരെ പൂർണ്ണ മനസ്സോടുകൂടെ സ്നേഹിക്കാൻ നമുക്ക് പറ്റട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.